അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം. നമ്മുടെയൊക്കെ ഈ ദുനിയാവിൽ ജീവിക്കുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ഇബാദത്ത് ചെയ്യുന്നതും നമ്മൾ ഈ സ്വതക്കകൾ ചെയ്യുന്നതും നമ്മൾ ഈ തഹ്ലീൽ ചൊല്ലുന്നതൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണല്ലോ. അള്ളാനെ കാണണം, നാളെ പരലോകത്ത് വിജയിക്കണം, ഇതൊക്കെയല്ലേ നമ്മുടെ ലക്ഷ്യം. കുറേ അമലുകൾ ചെയ്തതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിനർത്ഥം അമലുകൾ ചെയ്യേണ്ടെന്നല്ല, അതുകൊണ്ട് മാത്രമായില്ല എന്നുള്ളതാണ്. എന്നാൽ അമലൊന്നുമില്ല, കുറേ ഇബാദത്തൊന്നും ചെയ്യുന്നില്ല, നിസ്കരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ചെറിയ ചെറിയ ചില നന്മകൾ ചെയ്തിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചതൊക്കെ നമുക്കറിയാം അല്ലേ. വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ, നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ കുറേ അമലുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരാൾക്ക് കുറേ അമലുണ്ടായിരുന്നു, എന്നാൽ ചില ചെറിയ തെറ്റുകാരനായിട്ട് ആ അമലൊന്നും പരിഗണിക്കാതെ നേരെ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ച ചരിത്രമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ അമല് മതി അല്ലേ, എന്തെങ്കിലും ചെറിയ ഒരു നന്മ നമ്മിലുണ്ടായാൽ മതി. അങ്ങനെയുള്ള ഒരു നന്മയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു നന്മയിൽ കുറച്ചധികം ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആ ഒരൊറ്റ അമൽ മാത്രം മതിയാകും. ഇതിനർത്ഥം എല്ലാ തെറ്റുകളിലും ആയി ജീവിച്ച് ഈ നന്മ മാത്രം ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നല്ല. ഈ നന്മ ഒരാളിലുണ്ടായാൽ അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഈ കാര്യം ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പഠിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ഇത് കേൾക്കണം, നിങ്ങളൊക്കെ ഇത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് എഴുതി അറിയിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നേരിട്ട് കാണേണ്ടത് ചൊവ്വാഴ്ചയാണ്, വരാൻ വേണ്ടി ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച, തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. നമ്മൾ ഇന്ന് ഈ വിഷയം പ്രത്യേകം തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന, നമ്മുടെ ലൈവൊക്കെ വീക്ഷിക്കുന്ന, നമ്മോട് വർഷങ്ങളായിട്ട് നമ്മുടെ ദർസിനൊക്കെ സഹായിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. അവരുടെ വീട്ടിലും കുടുംബത്തിലും എന്തുണ്ടെങ്കിലും ഈ ഒരു കർമ്മമാണ് ചെയ്യാറുള്ളത്. അതായത് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അവരിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്വതക്ക അയച്ചിട്ട്, ഉസ്താദിൻ്റെ ദർസിലെ മുതഅല്ലിമീങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഇതുകൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് അവരിടയ്ക്കിടയ്ക്ക് അവരുടെ ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ വരുമ്പോൾ, അവരുടെ വീട്ടിൽ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ഈ ഒരു നന്മയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഈ വായു, വെള്ളം എന്നിവ പോലെ മനുഷ്യന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഭക്ഷണം എന്നുള്ളത്. നമ്മൾ ഓരോ തിരക്കുകളിലും ജീവിതത്തിനിടയിലും ഒക്കെ നമ്മൾ നടക്കുമ്പോൾ വിശപ്പിൻ്റെ കാഠിന്യം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് യഥാർത്ഥത്തിൽ ഭക്ഷണം കിട്ടാത്തൊരവസരം ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി യാചിക്കുന്നവരും മക്കളുടെ ഒരു ചാൺ വയറിനു വേണ്ടി ഓടി നടക്കുന്നവരും കുറവല്ല. സമ്പന്ന രാജ്യങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ നശിപ്പിച്ച് കളയുമ്പോൾ ദരിദ്ര രാജ്യങ്ങളിലുള്ളവർ ഭക്ഷണത്തിനു വേണ്ടി അടിപിടി കൂടുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇസ്ലാമിൻ്റെ ഒരു പാഠം നമുക്കറിയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ടൊരു കർമ്മമാണ് ജീവിതം വിജയിക്കാൻ മനുഷ്യരുടെ വിശപ്പടക്കുക എന്നുള്ളത്. മനുഷ്യരെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പച്ചയായ മനുഷ്യരുടെ പശിയടക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ വിശപ്പടക്കാൻ സാധിച്ചാൽ, നമ്മൾ എത്ര വലിയ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് പുറത്ത് കിട്ടാനും ഈ ഒരു ചെറിയ നന്മ കൊണ്ട് പുറത്ത് കിട്ടാൻ കാരണമാകുന്നില്ല. ഇസ്ലാം അത്രമേൽ അതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അന്നം നൽകിയ കൈകളെ ആരും മറക്കാറില്ല. അതുകൊണ്ട് നമ്മൾ അന്നം നൽകുക, വിശന്നവരുടെ, വയറൊട്ടിയവരുടെ വിളി കേൾക്കുക, അവർക്ക് ഭക്ഷണം നൽകുക, അവർക്ക് പരിഹാരം നൽകുക എന്നുള്ള. നിങ്ങൾ നോക്കൂ, മദീനയിലേക്ക് ഹിജറ വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആദ്യം കേട്ട വാക്കുകൾ എന്തായിരുന്നു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ അയ്യുഹന്നാസ് അഫ്ഷുസ്സലാമ വ അത്ഇമു ത്വആമ വ സിലുൽ അർഹാമ വ സല്ലൂ ബില്ലൈൽ വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക. സലാമിനെ ഇങ്ങനെ കാണുന്നവരോട്, അറിയുന്നവരോട്, അറിയാത്തവരോട്, അനുവദിക്കപ്പെടുന്നവരോട് സലാം പറയുക. ആ സലാം പറയൽ, അതേപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കൽ, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിന്ന് നിസ്കരിക്കൽ, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കൽ, അതേപോലെ തന്നെ ഭക്ഷണം നൽകൽ, ഇത്
ആരിലെങ്കിലും ഉണ്ടായാൽ അവർ തദ്ഖുലുൽ ജന്ന ബിസലാം, അവർ സുരക്ഷിതരായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നുള്ളതാണ്. വളരെ വേഗത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന ഒരു അമലാണ് ഭക്ഷണം നൽകുക എന്നുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്നായിട്ട് പരിഗണിച്ചിരുന്നൊരു വിഷയം കൂടെയാണ്. നമുക്കറിയാം, ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ സ്വഹാബാക്കളൊക്കെ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കണം. അപ്പോൾ സ്വഹാബാക്കളൊക്കെ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്നത്തെ ദിവസം നോമ്പുള്ള ആരെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കണം, ഇന്ന് നോമ്പുകാരായിട്ട് ഇതിൽ ആരാണുള്ളത് എന്ന്. ഫഖാല അബൂബക്രിൻ അന റളിയല്ലാഹു അൻഹു, മഹാനരായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നോമ്പുകാരനാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്നത്തെ ദിവസം ആരെങ്കിലും ജനാസയെ അനുഗമിച്ചിട്ടുണ്ടോ? മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ അനുഗമിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യത്തിന് ഫഖാല അബൂബക്രിൻ അന, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതെ, ഞാൻ ഇന്ന് അതും ചെയ്തിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിക്കുന്നു, ഫമൻ അത്വാമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നത്തെ ദിവസം ആരെങ്കിലും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ടോ? മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നൽകിയിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിക്കുന്നു, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീളാ, ഇന്നത്തെ ദിവസം നിങ്ങളിൽ ആരെങ്കിലും രോഗിയെ സന്ദർശനം നടത്തിയിട്ടുണ്ടോ? ഫഖാല അബൂബക്രിൻ അന, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതെ, ഞാൻ നൽകിയിട്ടുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരിലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയാൽ ഇല്ലാ ദഖലൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലാതെയില്ല, അവർ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ 4 കാര്യങ്ങൾ. ഏതാണ് 4 കാര്യങ്ങൾ? നോമ്പുകാരായിരിക്കുക, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക, ജനാസയെ അനുഗമിക്കുക, രോഗിയെ സന്ദർശിക്കുക. ഈ കാര്യങ്ങൾ ആരിലെങ്കിലും ഒരുമിച്ച് കൂടിയാൽ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ ഉൾപ്പെട്ടു. അന്നത്തെ ദിവസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതെല്ലാം ചെയ്തതിന് ശേഷമാണ് ആ മജ്‌ലിസിലെത്തിയിട്ടുള്ളത് മുത്തുനബി തങ്ങളുടെ സന്നിധിയിൽ. നമുക്കിതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ചെയ്യാൻ പറ്റണ്ടേ? പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് വലിയ പുണ്യമുള്ളതാണ്. പാവങ്ങൾക്ക് നല്ല ആർക്കെങ്കിലും ഭക്ഷണം നൽകുക എന്നുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഇന്ന ഫിൽ ജന്നത്തി ഗുറഫൻ തുറാ ളുഹൂറുഹാ മിൻ ബുത്തൂനിഹാ വ ബുത്തൂനുഹാ മിൻ ളുഹൂരിഹാ, സ്വർഗത്തിൽ ചില റൂമുകളുണ്ട് കേട്ടോ. ആ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതിൻ്റെ പുറംഭാഗം അകത്തിരുന്നും അകംഭാഗം അകത്തളങ്ങൾ പുറമേ നിന്നും കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള മനോഹരമായ ചില റൂമുകൾ സ്വർഗത്തിലുണ്ട്. ഫഖാല അഅറാബി ഫഖാമ അഅറാബിയുൻ ഫഖാല ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അപ്പോൾ ഒരു അഅറാബിയായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അല്ല, ഈ മനോഹരമായ റൂമുകൾ ആർക്കു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്? ആർക്കു വേണ്ടി നൽകപ്പെടുന്നതാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലിമൻ അത്വാബൽ കലാമ വ അത്വഅമ ത്വഅമ വ അദാമ സിയാമ വ സല്ലല്ലാഹു ബില്ലൈലി വന്നാസ് നിയാം. ചില ആളുകളെ പറയുന്നുണ്ട്, നന്നായി സംസാരിക്കുന്നത്, സംസാരത്തിൽ അസഭ്യമില്ലാതെ മിതമായി മാന്യമായിട്ട് സംസാരിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ഭക്ഷണം നൽകുന്ന ആളുകൾ അവർക്കുള്ളതാണെന്ന്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൽ ഭക്ഷണം നൽകുന്നതിൻ്റെ ഒരു പുണ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഭക്ഷണം നൽകുന്നവൻ്റെ ആ കൈ ഒരിക്കലും എന്താകില്ല, അത് തളരൂല, നമുക്കതിൻ്റെ ഇരട്ടി കിട്ടും എന്നുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസുകളിൽ നിരവധി ഇതുമായി ബന്ധപ്പെട്ട് കാണാം. ആരെങ്കിലും കറി വെക്കുകയാണെങ്കിൽ, അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കറി വെക്കുകയാണെങ്കിൽ അതിലൽപ്പം വെള്ളം കൂട്ടിയിട്ട് നിങ്ങളുടെ അയൽവാസിയെ കൂടി നിങ്ങളതിൽ പരിഗണിക്കുക. പുതിയ കാലത്ത് നമ്മുടെ വീടുകൾ വലിയ മതിലുകളെ കൊണ്ട് അതിർത്തികൾ നിശ്ചയിച്ച് പരസ്പരം ബന്ധമില്ലാതെ കഴിയുന്ന, സ്വന്തം അയൽവാസിയോടൊന്നും ബന്ധം ഉണ്ടാവില്ല, നമ്മുടെ മൊബൈൽ ഫോണിലുള്ള നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ നമുക്ക് നല്ല ബന്ധങ്ങളായിരിക്കും. അങ്ങനെയുള്ള ബന്ധങ്ങളുടെ കാലത്ത് നമ്മൾ തീർച്ചയായിട്ടും പുലർത്തി പോരേണ്ടത്, പഴയ കാലങ്ങളിലൊക്കെ ഇത് കേൾക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ അറിയാം, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലോ അല്ലാത്ത ദിവസങ്ങളിലോ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ടോ മറ്റൊക്കെ ആയിട്ട്
നമ്മളൊരു പാത്രം എടുത്തിട്ട് നമ്മുടെ അടുക്കളയിൽ നിന്നിറങ്ങിയിട്ട് അയൽവാസിയുടെ അടുക്കളയുടെ ഭാഗത്തെത്തിയിട്ട് ഉമ്മമാര് കൊണ്ടു കൊടുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വളരെ പുണ്യകരമായ കർമ്മമാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് റിമോട്ട് ഗേറ്റാണ്, ആർക്കും തുറക്കാൻ പോലും പറ്റുന്നില്ല അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. പണ്ട് എത്ര വലിയ ഗേറ്റുകളെ കൊണ്ട്, മതിലുകളെ കൊണ്ടും ഗേറ്റുകളെ കൊണ്ടൊക്കെ ലോക്കാക്കിയിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഇങ്ങനെ വലിയ ലോക്കിങ്ങിൻ്റെ സംവിധാനമൊന്നുമില്ല. ഒരു ചെറിയ ഒരു ഗേറ്റ് ഉണ്ടാകും അയൽവാസിക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടും പോയി വരാൻ വേണ്ടിയിട്ട്. ഇന്നതൊക്കെ പോയി. മനുഷ്യരായ നമുക്കിടയിൽ ആരൊക്കെയോ അദൃശ്യമായ ചില മതിലുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ലൈറ്റിൻ്റെയും പ്രകാശത്തിൻ്റെയൊക്കെ ഇടയിൽ ജീവിക്കുന്നവരാണെങ്കിലും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയുന്നില്ല. അന്യരുടെ വേദന കാണാൻ കഴിയുന്ന കണ്ണുകൾ നമുക്ക് എവിടെയോ വെച്ച് നഷ്ടമായിരിക്കുന്നു. അന്യരുടെ വേദനകൾ കേൾക്കാൻ കഴിയുന്ന കാതുകൾ നമുക്കെന്നോ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. തിരിച്ചു വരണം നാം ആ പഴമയിലേക്ക്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ദർസിനെയൊക്കെ എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചകളിലും സഹായിക്കുന്നവരൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകട്ടെ. അവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ, അവരുടെ മക്കളുടെ ബർത്ത്ഡേ വരുമ്പോൾ, അവരുടെ മാതാപിതാക്കളുടെയൊക്കെ ആണ്ടനുസ്മരണങ്ങൾ വരുമ്പോൾ, ജീവിതത്തിലെ വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ നമ്മുടെ ദർസിലെ മക്കൾക്ക് ഭക്ഷണം നൽകുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.